ഭൂമിയിലും മനസ്സിലും ഇരുട്ട് ഒരുപോലെ പറക്കുമ്പോൾ മനുഷ്യൻ എത്രയോ ക്രൂരായി തീർന്നു. ഇതാ ഒരു ഏകാഭിനയം. നോക്ക്, പുറത്തിരുട്ട്, ഒരാളുള്ളൂ. ശശിയേട്ടാ, എവിടെ? ഇതാ ഇവിടെ കണ്ടോ, ഇരുട്ട്, ആളുള്ളൂ. ശശിയേട്ടാ, അതൊരു കള്ളനായിരിക്കും. അത് അടുത്ത വീട്ടിൽ കയറി കള്ളനായിരിക്കും. എന്റെ വളയും മാലും മറ്റും അലമാരയിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. നിക്ക്, അത് കള്ളനല്ല, എന്നെ കൊല്ലാൻ വന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിന് നിർത്താന്നൂരെ. രാഷ്ട്രീയത്തിൽ എനിക്കൊക്കെ ശത്രുക്കളെന്ന് കുറച്ചു നാളായി അവരെന്നെ കൊല്ലാൻ നടക്കുന്നു. അയ്യോ, അത് അവരാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ രാഷ്ട്രീയം വേണ്ട. എനിക്ക് എന്നെ സംഭവിച്ചാൽ അപ്പൊ എനിക്ക് ആരോളും. അയ്യോ, ഒച്ചവെക്കില്ലേ, അറിയാതെ എന്തെങ്കിലും ചെയ്താൻ പറ്റൂ. എന്താണ് ശശി രാത്രിയിൽ കിടന്ന് ബഹളം വെക്കുന്നത്? ഒന്നില്ല മുത്തശ്ശി, ഒന്നില്ല. മുത്തശ്ശി പറഞ്ഞോളൂ. അല്ല, നോക്കു മുത്തശ്ശി, പുറത്തിരുട്ട്, ഒരാൾ പോവാ. കള്ളണോ ആരാണ്? അത് കള്ളനും കൊലപാതകളും ഒന്നല്ല മക്കളെ. അത് ഒരു നിധി കിട്ടാത്ത ആത്മാവായിരിക്കും. മുത്തശ്ശിന്റെ എന്താ പറഞ്ഞേ? സുധി മരിച്ചു പോയെന്ന് ആരാ പറഞ്ഞത്? ഹോ, ഈ മുത്തശ്ശിയെ കൊണ്ട് ഞാൻ തോറ്റു. വിമലെ, നീ വാ. വിമലെ, നോക്ക്, ആൾക്കോട്ട് വരണ്ട്. ശശിയേട്ടാ, ആളുടെ കല്ലെന്തോ തരുന്നുണ്ട്. ഇനി ചോർപ്പാ, അവൻ എന്നെ കൊല്ലാൻ തരാൻ വരണ്ടേ. അവൻ എന്നെ കൊല്ലന്റെ മുമ്പ് എനിക്ക് അവനെ നിശ്ചയം. വിമലെ, നീ പോയി എന്നെ കൊണ്ടുവാ. ശശിയേട്ടാ, ഇതാ അവൻ കത്തി കിട്ടി. എടാ ശശി, ടോർച്ചടിച്ച് ആരെന്താന്ന് നോക്ക്, എന്നിട്ട് മതി. വിമലെ, വിമലെ, കൊന്നു, കൊന്നു, കണ്ടാ, കണ്ടാ ചോര. ശശിയേട്ടാ, അത് ആരാ നോക്കിയോ? ഇല്ല, അത് ഞാൻ നോക്കിയില്ല. അത് ആരാണ് ഞാൻ നോക്കിയില്ല. എങ്കിൽ പോയി നോക്ക്. ഇതാ ടോർച്ച്. എങ്കിൽ നീയും കൂടി വാ. ഇത് 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 നമ്മുടെ സുധിയല്ലേ ശശിയേട്ടാ? അതെ, അവനാ സുധി. ചടിച്ചല്ലോ ശശിയേട്ടാ. എന്താ 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 ഞാൻ ഈ കേക്കണേ? എന്നെ സുധിമാൻ നിങ്ങൾ കൊന്നോ? പാവികൾ, നിന്നോട് ടോർച്ച് അടിച്ച് നോക്കാൻ പറഞ്ഞതല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ദേവി, വീട്ടിലേക്ക് ടോർച്ച് അടിച്ച് നോക്കാൻ എനിക്ക് തോന്നില്ലല്ലോ. വീട്ടിലേക്ക് ടോർച്ച് അടിച്ച് നോക്കാൻ എനിക്ക് തോന്നില്ലല്ലോ. വീട്ടിലേക്ക് ടോർച്ച് അടിച്ച് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഈശ്വര, ഇരുട്ട് എന്നും മനുഷ്യൻ ജമശത്രുവാണ്. എന്റെ ഏകാവിനെയും ഇവ പൂർണ്ണമാകും. നന്ദി, നമസ്കാരം. ജൂനിയേഴ്സിന്റെ ടെസ്റ്റ് നമ്പറുകൾ എത്രയും വേഗം കളക്ട് ചെയ്യുക. ഇതോടുകൂടി സബ് ജൂനിയർ കോമ്പറ്റീഷൻ അവസാനിക്കുകയാണ്. ഇനി ജൂനിയേഴ്സിന്
ഇന്നും. കണ്ടില്ലേ പെർഫോമൻസ് കണ്ടില്ലേ മോഡൽസ്
ജൂനിയേഴ്സ് മോണോയായിട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും ദയവ് ചെയ്ത് നിശബ്ദരായിരിക്കുക. ഫസ്റ്റ് ജസ്റ്റ് നമ്പർ 2190. പ്രതികരണശേഷിയുടെ മൂർത്ത രൂപമാണ് ഈ അഴിച്ചിട്ട് മുടിയുമായി ദ്രൗപദി പോലെ എന്നും എക്കാലവും എല്ലാ പുരുഷാധികാരത്തിന്റെയും എല്ലാ ധർമ്മങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ കാത്തിരിക്കും. അവസാനത്തെ ദുശാസനനും അവസാനിക്കും വരെ. സ്ത്രീ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, ചരിത്രങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ഭൂമിയിൽ എന്തിന് സ്വർണത്തിൽ പോലും ദുരന്തങ്ങളെ വാങ്ങാൻ വിധിക്കപ്പെട്ടവൻ. അഷ്ടൈശ്വര്യങ്ങളും അതുല്യ പരാക്രമികളുമായ സഹോദരങ്ങളും ജോലികളിൽ നഷ്ടമായ ഇനിയുമുണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നി ദ്രൗപദി. ഈ ശകുനി ഒരിക്കൽ കൂടി ജോലികളിയുടെ മാന്ത്രിക വിദ്യകൾ കാട്ടിത്തരാം. കൃഷ്ണ ഭഗവാന് കൗരവ രാജധാനിയിലെ കണ്ണുമൂടി കെട്ടിയ സദാചാര ബോധത്തിന് മുൻപിൽ നിരാലംബിയായ ഈ സ്ത്രീ അഭിമാനിതയാകുന്നത് കാണുന്നില്ലേ? അപമാനിക്കാൻ ശ്രമിച്ച ഹേ ദുശാസന, നിന്റെ ഹൃദയ രക്തത്തിൽ കൈമുക്കി ഈ അഴിഞ്ഞു വീണ കാർപ്പൂന്ന് കെട്ടിവെക്കുന്ന ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. കല്ലുകളിൽ രക്തം പുരണം, ഇല്ലെങ്കിൽ വിറ്റുർക്കില്ല. ഒരു സ്ത്രീയുടെ ശരീരം കൂടി ചേർത്ത് പഠനം. എന്ത് ഈ ഒമ്പത് ശില്പിമാരുടെ ആളുടെ പാലം ചേർത്ത് ഈ ഗോപുരത്തിന് പടക്കട്ടെ. സ്ത്രീയെ വില കൊടുത്തായാലും ഗോപുരത്തിന്റെ പണി കോട്ടേക്ക് അറിയണം. നിങ്ങളറിയണ്ട, രാജകൽപ്പന ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ ചേർത്ത് ഈ ഗോപുരത്തിന്റെ പടുത്തുയർത്തിക്കോളൂ. പക്ഷെ എന്റെ ഈ രണ്ട് കൈകളും മാറണവും നിങ്ങൾ മൂടരുത്. എന്റെ കുഞ്ഞ് കരയുമ്പോൾ എനിക്ക് ഇവിടെ മാറിയെടുത്ത് മുലയൂട്ടണം. ഒരമ്മയുടെ അവകാശം നിഷേധിച്ച് കളയുന്ന ബ്രാക്കന്മാരെ. ഹേ സൂർപ്പണ, ഹേ മധാള സ്വഭാവം കാട്ടി പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന കാമരൂപണി, നിന്റെ മൂക്കും മാറണവും ഞാനിത് അരിഞ്ഞു വെക്കുന്നു. ഞാനും ഒരു പെണ്ണലെ പ്രണയിക്കാനും പുരുഷനോടൊന്ന് ജീവിക്കാനും ഒരു കുഞ്ഞിനെ നോത്ത് പ്രസവിച്ച് മുലയുണ്ടാനും ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് തെറ്റ്? പുരുഷാധികാരത്തിനും പുരുഷക്കിറവിനും പുരുഷ യുക്തിക്കും മുൻപിൽ ഒരു കാട്ടുപെണ്ണിന്റെ നിസ്സഹായത, മാതൃത്വം നിഷേധിക്കപ്പെട്ട കാട്ടാള നീതി. 1-2 ദിവസത്തിൽ 40 ദിവസം എന്റെ കുഞ്ഞിനെ കാണാതെ അവിടെവിടെയാണ് അറിയാതെ ഞാൻ അനുഭവിച്ച വേദന ആളുകൾക്ക്. 41 നാൾ കീറി പറഞ്ഞൊരു പഴന്തുണി പോലെ അവളെ മോളെ എന്തിനാ അവിടെ പറയടി. ഭാവി ജീവനോടെങ്കിലും എനിക്ക് എന്റെ മോളെ തിരികെ തന്നല്ലോ. ഏതെങ്കിലും ഒരു ഓളെ ചേർത്ത് പൊതിക്കരുതല്ലോ എന്റെ കുട്ടി. എവിടെ മകളുണ്ട് ബസ് സ്റ്റാൻഡിൽ ഒറ്റടി പാതയിൽ ട്രെയിനിൽ ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റ് മനസ്സിലായി. എന്നോട് നിന്നെ കരുതണ്ടേ? എന്നെ ചെയ്യണ്ടല്ലേ, ഞാനൊരു പാവല്ലേ, എന്നെ ചെയ്യണ്ടല്ലേ, അവളുടെ പോയിട്ട് കൂട്ടറിയല്ലേ, എന്നെ ചെയ്യണ്ടല്ലേ. അടിക്കരുത്, ഞാൻ പാവല്ലേ, അടിക്കരുത്. വേട്ടനായ
ഭരണാധികാരത്തിന്റെ ഭരണ സമസ്യകൾ തിരിഞ്ഞു കുടിക്കാൻ എന്നും എവിടെയും പെണ്ണോടിലിന്റെ എന്തും തേടി പുരുഷൻ ചതിക്കുഴികൾ വേണ്ടി കാത്തിരിക്കും. ഈ കലിയുഗത്തിൽ എത്ര ദുശാസന്മാരുടെ മാറുടെ പിളർന്ന ചോയൽ കൈമുക്കിയാൽ അഭിമാനിതയെ സ്ത്രീയുടെ അഴിഞ്ഞവണ്ണം കൂടി കെട്ടിവെക്കാൻ കഴിയാം. അതിനിയും എത്ര കുരുക്ഷേത്ര യുദ്ധങ്ങൾ കൂടി കഴിയണം. ഇനിയും സമവരുടെ കണ്ണീർ കാണാൻ നമുക്കാവില്ല. പ്രതികരിക്കണം, സംഘടിക്കണം. നന്ദി, നമസ്കാരം.